എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ എരിശ്ശേരിയാണ്. എരിശ്ശേരി ഉണ്ടാക്കാനായി ഞാനെടുത്തത് 1/4 കിലോ മത്തങ്ങയും 1/2 കപ്പ് വൻപയറുമാണ്. മത്തങ്ങ തൊലി ചെത്തി അല്പം വലിപ്പത്തിലരിഞ്ഞ് കഴുകി വയ്ക്കുക. അതുപോലെ വൻപയർ കഴുകി 5 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. ആദ്യം മത്തങ്ങയും വൻപയറും വേവിക്കാം. ഒരു കുക്കർ ഗ്യാസിൽ വെച്ച് വൻപയർ, മത്തങ്ങ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, വേകാൻ ആവശ്യമായ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി അരപ്പുണ്ടാക്കാനായി ഒരു മിക്സിയുടെ ജാറിൽ 3/4 കപ്പ് തേങ്ങ ചിരികിയത്, 2 പച്ചമുളക്, 1 വെളുത്തുള്ളി അല്ലി, 3 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് ചതച്ചെടുക്കുക. കുക്കർ നന്നായിട്ട് തണുത്ത ശേഷം തുറന്ന് വൻപയർ വെന്തോ എന്ന് നോക്കുക. വെന്തില്ലെങ്കിൽ 1 വിസിൽ കൂടി വേവിക്കുക. വെന്തെങ്കിൽ ഗ്യാസ് ഓൺ ചെയ്ത് അരപ്പ് ചേർത്ത് ഇളക്കുക. ഉപ്പ് കുറവാണെങ്കിൽ അല്പം കൂടി ചേർക്കുക. അരപ്പ് വേകാൻ 1 മിനിറ്റ് കൂടി വേവിക്കുക. കറി തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി കടുക് താളിക്കാനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എരിശ്ശേരിക്ക് കടുക് താളിക്കാൻ അല്പം കൂടുതൽ വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ 3 വറ്റൽമുളകും 1/2 കപ്പ് തേങ്ങ ചിരികിയതുമിട്ട് തേങ്ങ ബ്രൗൺ ആകും വരെ വറക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. ഇത് എരിശ്ശേരിയിൽ ഒഴിച്ച് ഇളക്കി സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എഴുതാനും മറക്കരുത്.